എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് +1 സുവോളജിയുടെ ക്ലാസ് ആണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയില് +1ത്തെ രണ്ടാമത്തെ ചാപ്റ്ററായ ആനിമൽ കിങ്ഡം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്തു. ഇന്ന് ഞാൻ ഇവിടെ തുടങ്ങുന്നത് ചാപ്റ്റർ 4 ആണ് സുവോളജിയിലെ ബയോമോളിക്യൂൾസ്. നമ്മൾ ചാപ്റ്റർ 3 അവിടെ ഉണ്ട്, അത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. അപ്പോ അതില് നമുക്കറിയാം പകുതി ഭാഗങ്ങളേ ഉള്ളൂ നമുക്ക് സിലബസിലുള്ളൂ, ബാക്കി കുറച്ച് ഒഴിവാക്കിയ പോർഷൻസ് ഒക്കെയാണ്. മാത്രമല്ല ഇപ്പൊ കുട്ടികൾ ഇംപ്രൂവ്മെന്റിന് വേണ്ടി ശ്രമിക്കുന്ന കുട്ടികളെ ഈ ഭാഗം ഒന്ന് എടുക്കുക ആദ്യം എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ചാപ്റ്ററിലേക്ക് മാറിയത്. അപ്പൊ ഇത് കുറച്ചുകൂടെ ബയോമോളിക്യൂൾസ് പേര് പോലെ തന്നെ നമുക്കിത് ബയോളജിയിൽ വരുന്നു, എന്നാൽ നമുക്ക് കൂടുതലായിട്ട് പറയുന്നത് കെമിസ്ട്രിയുടെ ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്കത് അതൊരു ധാരണയോട് കൂടിയാണ് അവർ അപ്രോച്ച് ചെയ്യുന്നത്, ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട്. അപ്പൊ എന്തായാലും നമുക്കിത് കഴിയുന്നത്ര സിമ്പിൾ ആക്കിയിട്ട് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ഒന്ന് പഠിച്ചു പോന്നാല് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഇത് ക്ലിയർ ആകും. എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാനായിട്ട് വെക്കരുത്. സമയം കളയുന്നില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. സോ ചാപ്റ്റർ 4 ബയോമോളിക്യൂൾസ് ആണ്. All the carbon compounds that we get from living tissues can be called biomolecules. ഇത്രയും നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ലിവിംഗ് ടിഷ്യൂസിൽ കാണുന്ന കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെ പൊതുവെ പറയുന്ന പേരാണ് ബയോമോളിക്യൂൾസ്. All the carbon compounds that we get from living tissues. Living tissues that means living organismങ്ങളിൽ കാണുന്ന കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് ബയോമോളിക്യൂൾസ്. ഈ ബയോമോളിക്യൂൾസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാവുന്ന കാര്യമാണ് അടുത്തതായിട്ട് പറയുന്നത്. ബയോമോളിക്യൂൾസ് എന്താ നമ്മൾ പറഞ്ഞു, ലിവിംഗ് ഓർഗാനിസങ്ങളിൽ കാണുന്ന കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് ആണ് ബയോമോളിക്യൂൾസ്. ആ ബയോമോളിക്യൂൾസ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാണ്. ദാറ്റ് ഈസ് ബയോ മൈക്രോ മോളിക്യൂൾസ് ആൻഡ് ബയോ മാക്രോ മോളിക്യൂൾസ്. അപ്പൊ ഇത് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടാവാൻ തോന്നുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ടെക്സ്റ്റ് ബുക്കില് പറയുന്ന ഓർഡറിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് കുട്ടികൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വേറൊരു ഓർഡറിലാണ് ഞാനത് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഓർഡറിന്റെ രീതിയിൽ ഒന്ന് പഠിച്ചു നോക്കൂ കേട്ടോ. അപ്പൊ ബയോ മാക്രോ മോളിക്യൂൾസ് ആൻഡ് ബയോ മൈക്രോ മോളിക്യൂൾസ്. ഇപ്പൊ പേര് തന്നെ അറിയാം, ബയോ മൈക്രോ മീൻസ് സ്മോൾ ആണ്, മാക്രോ മീൻസ് ലാർജ് ആണ്. ഇപ്പൊ ബയോ മൈക്രോ മോളിക്യൂൾസ് പറഞ്ഞാല് ഈ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്, അവയുടെ പ്രത്യേകത they have molecular weight less than 1000 Dalton. മോളിക്കുലർ വെയിറ്റ് 1000 ഡാൽട്ടനേക്കാട്ടിലും കുറവായിരിക്കുകയും then they are found in acid soluble fraction. അത് നമ്മൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഇപ്പൊ നമ്മൾ പോവാതിരിക്കുകയാണെന്നുള്ളത്, അതായത് ആസിഡ് സോളുബിൾ ആയിട്ടുള്ള ഫ്രാക്ഷനിൽ വരുന്നതും നമ്മൾ ഈ ലിവിംഗ് ടിഷ്യൂസിലെ കോമ്പൗണ്ട്സുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് ലിവിംഗ് സോളുബിൾ ഫ്രാക്ഷൻ എന്നും ഇൻസോളുബിൾ ഫ്രാക്ഷൻ എന്നും രണ്ടായിട്ട് പറയുകയാണെങ്കിൽ അതിലെ സോളുബിൾ ഫ്രാക്ഷനിൽ വരുന്നതും മോളിക്കുലർ വെയിറ്റ് 1000 ഡാൽട്ടനേക്കാട്ടിലും താഴെ വരുന്നതുമായ കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് ബയോ മൈക്രോ മോളിക്യൂൾസ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും മാക്രോ മോളിക്യൂൾസ് എന്താണ് എന്നുള്ളത്. സോ ബയോ മൈക്രോ മോളിക്യൂൾസ് പറഞ്ഞ് നമ്മൾ ഇനി അടുത്ത് നമുക്ക് പറയുന്നത് എന്താണ്, ബയോ മാക്രോ മോളിക്യൂൾസ്. ഇനി അടുത്ത ഭാഗം എന്തായിരിക്കും, മാക്രോ മോളിക്യൂൾസ് പറഞ്ഞാൽ വലിയ മോളിക്യൂൾസ് ആണ്. ദിസ് ബയോ മാക്രോ മോളിക്യൂൾസിന്റെ മോളിക്കുലർ വെയിറ്റ് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതിനേക്കാട്ടിലും കൂടുതൽ 10,000 ഡാൽട്ടനേക്കാട്ടിലും കൂടുതലും. അതേസമയം ദേ ബിലോങ്സ് ടു ആസിഡ് ഇൻസോളുബിൾ ഫ്രാക്ഷൻ. അപ്പൊ ഈ രണ്ട് പോയിന്റ്സിനെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലെ, മോളിക്കുലർ വെയിറ്റ് 10,000 ഡാൽട്ടനേക്കാട്ടിലും കൂടുതലായിരിക്കുകയും അതുപോലെ ദേ ബിലോങ്സ് ടു ആസിഡ് ഇൻസോളുബിൾ ഫ്രാക്ഷൻ. അതാണെങ്കിൽ നമ്മൾ അതിനെ ബയോ മാക്രോ മോളിക്യൂൾസ് എന്ന് പറയുന്നു. സോ ബയോ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട് പ്രസന്റ് ഇൻ ദി ലിവിംഗ് ടിഷ്യൂസ് വിച്ച് ഈസ് ക്ലാസിഫൈഡ് ഇൻടു ബയോ മൈക്രോ മോളിക്യൂൾസ് ആൻഡ് മാക്രോ മോളിക്യൂൾസ്. മൈക്രോ മോളിക്യൂൾസ് പറയുമ്പോൾ മോളിക്കുലർ വെയിറ്റ് ലെസ് ദാൻ 1000 ഡാൽട്ടൺ ആൻഡ് ദേ ബിലോങ്സ് ടു ആസിഡ് സോളുബിൾ ഫ്രാക്ഷൻ. ബയോ മാക്രോ മോളിക്യൂൾസ് ആകുമ്പോൾ മോളിക്കുലർ വെയിറ്റ് മോർ ദാൻ 10,000 ഡാൽട്ടൺസ് ആൻഡ് ദേ ബിലോങ്സ് ടു ആസിഡ് ഇൻസോളുബിൾ ഫ്രാക്ഷൻ. ഇതാണ് ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മള് പറയുന്ന ഈ അമിനോ ആസിഡ്സ് അതുപോലെ തന്നെ നൈട്രജൻ ബേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ്,
സിമ്പിൾ ആണ്. അതേ സമയത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതും പഠിച്ചിട്ടുള്ള പ്രോട്ടീൻസ്, പോളിസാക്കറൈഡ്സ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നു. ദേ ബിലോങ്സ് ടു മാക്രോ മോളിക്യൂൾസ്. നോക്കൂ, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, പോളിസാക്കറൈഡ്സ്, ലിപ്പിഡ്സ് ഇതെല്ലാം വരുന്നത് ഏതിലാണ്? ബയോ മാക്രോ മോളിക്യൂൾസിലാണ്. ഇനി എക്സാമിന് 2 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്, വൈ ഡു ലിപ്പിഡ്സ്, നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു ലിപ്പിഡ്സ് ബിലോങ് ടു ബയോ മാക്രോ മോളിക്യൂൾ. പക്ഷെ ഈ ലിപ്പിഡ്സിന്റെ മോളിക്കുലർ വെയിറ്റ് എക്സാക്ട്ലി നമ്മൾ പറഞ്ഞാല് 800 ഡാൽട്ടന്റെ റേഞ്ചിലാണ് വരുന്നത്, 800 ഡാൽട്ടൺ. പക്ഷെ നമ്മൾ അപ്പോ ഇതിനെ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ബയോ മാക്രോ മോളിക്യൂൾ. നിങ്ങൾക്ക് മിസ്മാച്ചിങ് നോക്കി നോക്കൂ. നമ്മൾ ആദ്യം പറഞ്ഞ എന്താ, 1000 ഡാൽട്ടണിനെക്കാളും താഴെ മോളിക്കുലർ വെയിറ്റ് വന്നത് നമ്മൾ ഇതിലാ പറഞ്ഞത് മൈക്രോ മോളിക്യൂള്. പക്ഷെ ഇപ്പൊ ഇവിടെ പറയുന്നത് ലിപ്പിഡ്സിന്റെ മോളിക്കുലർ വെയിറ്റ് എത്രയേ ഉള്ളൂ? 800 ഡാൽട്ടനേ ഉള്ളൂ. പക്ഷെ അത് ബയോ മാക്രോ മോളിക്യൂൾ ആണ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? എക്സാമിന് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ഞാൻ 2 കൊടുത്തിരിക്കുന്നത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന് വരുന്ന ഉത്തരം ലിപ്പിഡ്സ് സ്മോൾ മോളിക്കുലർ വെയിറ്റ് കോമ്പൗണ്ട്സ് ആണ്. പക്ഷെ ഈ ലിപ്പിഡ്സിനെ കുറിച്ച് നിങ്ങൾ ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ സെൽ മെംബ്രെയിന്റെ പല മോഡൽസ് ഒക്കെ പഠിച്ചപ്പോ സെൽ മെംബ്രെയിനിലൊക്കെ വരുന്ന ഒരു കമ്പോണന്റ് ആണ് ലിപ്പിഡ് ബൈലെയർ മോഡലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിലൊക്കെ വരുന്നതാണ് ലിപ്പിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിപ്പിഡ് സെൽ മെംബ്രെയിനിലും അതുപോലെയൊക്കെ വരുന്ന ഒരു ഘടകമാണ്. അപ്പൊ നമ്മളൊരു ടിഷ്യൂവിനെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? അതിന്റെ സെൽ മെംബ്രെയിൻ എന്താ സംഭവിച്ചത്? ചെറിയ പീസുകളായിട്ട് മാറുന്നു. നിങ്ങൾ വായിക്കും, ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ചോളൂ. ലിപ്പിഡ്സ് ആർ ഇൻഡീഡ് സ്മോൾ മോളിക്കുലർ വെയിറ്റ് കോമ്പൗണ്ട്സ്. ദേ ആർ പ്രസന്റ് നോട്ട് ഓൺലി ആസ് സച്ച്, അല്ലെ? അത് അങ്ങനെ തന്നെ പ്രസന്റ് ചെയ്യുന്നത് മാത്രമല്ല, ദേ ആർ ഓൾസോ അറേഞ്ച്ഡ് ഇൻ ടു സ്ട്രക്ചേഴ്സ് ലൈക്ക് സെൽ മെംബ്രെയിൻസ് ആൻഡ് അതർ മെംബ്രെയിൻ. ഈ സെൽ മെംബ്രെയിനിലേക്ക് ഒരു പ്രധാന കമ്പോണന്റ് ആയിട്ട് വരുന്നതാണ് ലിപ്പിഡ്സ്. അപ്പൊ വെൻ വി ഗ്രൈൻഡ് എ ടിഷ്യൂ, നമ്മളൊരു ടിഷ്യൂവിനെ അരക്കുക, ഗ്രൈൻഡ് ചെയ്യുക, അല്ലെ? വി ആർ ഡിസ്ട്രപ്റ്റ് ദ സെൽ സ്ട്രക്ചർ. സെല്ലിന്റെ സ്ട്രക്ചർ അവിടെ നശിച്ചു പോകുന്നു. എന്നാലോ സെൽ മെംബ്രെയിൻ ആൻഡ് അതർ മെംബ്രെയിൻസ് ആർ ബ്രോക്കൺ ഇൻ ടു പീസസ്. ഈ സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നില്ല? ഡിസ്ട്രക്ട് ചെയ്ത് പോകുന്നില്ല, അല്ലെ? അത് എന്ത് ചെയ്യാണ്? ചെറിയ പീസുകളാക്കി മാറുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദേ ഫോം വെസിക്കിൾസ് വിച്ച് ആർ നോട്ട് വാട്ടർ സോളബിൾ. അത് ചെറിയ പീസസ് ആയിട്ട് വെസിക്കിൾസ് ആയിട്ട് മാറുന്നു. അത് വാട്ടറിൽ സോളബിൾ അല്ല. സോ ഇവരെ എന്ത് ചെയ്യാൻ ചെയ്യുന്നത്? ഇത് നമ്മൾ ഫിൽട്രേഷൻ പ്രോസസ് നടക്കുമ്പോൾ സെപ്പറേറ്റഡ് അലോങ് ദി ആസിഡ് ഇൻസോളബിൾ പൂൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പിന്നീട് ഈ ഫ്രാഗ്മെന്റ്സ് ഏതിന്റെ കൂടെയാണ് സെപ്പറേറ്റഡ് ആയിട്ട് വരിക? ആസിഡ് ഇൻസോളബിൾ ഫ്രാക്ഷന്റെ കൂടെയാണ് അത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് മാക്രോ മോളിക്കുലർ ഫ്രാക്ഷൻ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലിപ്പിഡ്സ് ആർ നോട്ട് സ്ട്രിക്ട്ലി മാക്രോ മോളിക്യൂൾസ്. കാരണം എന്താ? മോളിക്കുലർ വെയിറ്റ് 1000 ഡാൽട്ടണിനെക്കാട്ടിലും കുറവാണ്. എന്നാൽ അത് മൈക്രോ മോളിക്യൂൾ ആണോ? അല്ല. കാരണം ദേ ബിലോങ്സ് ടു ആസിഡ് ഇൻസോളബിൾ ഫ്രാക്ഷൻ. അപ്പൊ അതാണ് ഡിഫറൻസ്. 2 മാർക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ട കാര്യം ഇതാണ്. ഇത് മോളിക്കുലർ വെയിറ്റ് കുറവാണെങ്കിൽ പോലും ആസിഡ് ഇൻസോളബിൾ പൂളിലാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് കണക്കാക്കുന്നത്? മാക്രോ മോളിക്യൂൾസിന്റെ ഭാഗത്ത് കണക്കാക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇത് നമുക്ക് അടുത്ത സിമ്പിൾ ഇതിൽ വരുന്നതാണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും പരിചയം തന്നെയാണ് അമിനോ ആസിഡ്സ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ അമിനോ ആസിഡ്സിന്റെ ബേസിക് സ്ട്രക്ചറും അതുപോലെ അതിലെ ബേസിക് സ്ട്രക്ചറിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പ്രോട്ടീൻസിന്റെ സ്ട്രക്ചറിൽ തന്നെ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 20 ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ട്. അപ്പൊ അതിലെ അമിനോ ആസിഡ്സിനെ നമ്മള് അമിനോ ആസിഡ്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതിൽ എന്തൊക്കെയുണ്ട്? ഒരു അമിനോ ഗ്രൂപ്പും കാണാം, അതുപോലെ തന്നെ ഒരു അസിഡിക് ഗ്രൂപ്പും കാണാം. ഒരു അമിനോ ഗ്രൂപ്പ് ആൻഡ് ഒരു അസിഡിക് ഗ്രൂപ്പ്, ഇത് രണ്ടും കൂടെ ചേർന്ന് അമിനോ ആസിഡ്, അല്ലെ? സോ ഒരു ആസിഡ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, മറ്റേത് ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ടാവും. ഈ അമിനോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക് ക്യാരക്ടർ ആണ് കാണിക്കുക. മറ്റേത് ഏതാണ്? ആസിഡ് ഗ്രൂപ്പാണ്. സോ ഇത് രണ്ടും സെയിം കാർബൺ ആറ്റത്തിൽ തന്നെ കാണുന്നു, ആൽഫ കാർബൺ ആറ്റത്തില്. ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് ആൽഫ അമിനോ ആസിഡ്സ്. So amino acids are organic compounds containing an amino group and a carboxyl group. They are found attached to the same alpha carbon atom. Hence it is known as alpha amino acid. അപ്പൊ നമ്മൾ അത്രയും ഡീറ്റെയിൽസ് നമുക്ക് അതിന്റെ സ്ട്രക്ചർ ഒന്ന് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമുക്കൊരു കാർബൺ എടുത്താൽ ആ കാർബൺ നിങ്ങൾക്ക് അറിയാം 4 വാലൻസികളാണ്. അതിൽ നമുക്ക് ഇങ്ങനെ കാർബൺ വെച്ചിട്ട് 4 വരെ അങ്ങോട്ടുണ്ട്, 4 ഭാഗത്ത് വരയ്ക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോ ആ 4 വാലൻസികളിൽ ഫില്ല് ചെയ്യുന്ന ആൾക്കാരെ നോക്കാം. ഒരു വാലൻസ് ഫില്ല് ചെയ്യാൻ ആര് ഉപയോഗിക്കുന്നു? COOH, ദാറ്റ് ഈസ് എ കാർബോക്സിൽ ഗ്രൂപ്പ്. മറ്റേത് ഏതാ നമ്മൾ പറഞ്ഞു? NH2, ദാറ്റ് ഈസ് അമിനോ ഗ്രൂപ്പ്. ആൻഡ് തേർഡ് വൺ ഇറ്റ് ഈസ് ഹൈഡ്രജൻ ആണ് തേർഡ് വൺ. ആൻഡ് ഫോർത്ത് എന്ന് പറയുന്നത് ഒരു R ഗ്രൂപ്പ് ആണ്.
ആർ, നമ്മുടെ ക്യാപിറ്റൽ ആർ. അപ്പൊ അതോട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ബാക്കിയുള്ള 3 ആളുകളും ഏത് അമിനോ ആസിഡ് എടുത്താലും കോമൺ ആയിരിക്കും. ഈ ആർ എന്ന് പറയുന്നത് ഇറ്റ് ഡിനോട്ട്സ് എ വാരിയബിൾ ഗ്രൂപ്പ്. ആർ ആണ് ഒരു വ്യത്യസ്തത കാണിക്കുന്നത് ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ആർ ഗ്രൂപ്പിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മുടെ അമിനോ ആസിഡുകളുടെ പേരുകളും അത് പല ആളായിട്ട് മാറുകയാണ്, പല അമിനോ ആസിഡുകളായിട്ട് മാറുകയാണ്. നമുക്ക് നോക്കാം. So there are 4 substituent groups occupying the 4 valency positions: hydrogen, carboxyl group, amino group, and a variable group. This variable group is designated as R group. So പറഞ്ഞ കാര്യം ഇനി എങ്ങനെയാണ് സ്ട്രക്ചർ? ഇതാണ് കാർബൺ. ഇതിന്റെ ഒരു വാലൻസി ഹൈഡ്രജൻ ആയിരിക്കും, ഒന്നില് NH2 ആയിരിക്കും, മറ്റൊന്നില് COH ആയിരിക്കും, മറ്റൊന്നില് R. ഇതാണ് 4 വാലൻസികൾ. ഇതാണ് നമ്മുടെ അമിനോ ആസിഡിന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഏത് അമിനോ ആസിഡ് എടുത്താലും ഈ ഒരു ബേസിക് സ്ട്രക്ചർ ആണ് കാണുക. ആർ ഗ്രൂപ്പ് മാത്രമാണ് പിന്നീടുള്ള പല പേരുകൾ വരുമ്പോ ആർ ഗ്രൂപ്പിന് മാത്രമാണ് മാറ്റം സംഭവിക്കുക. നമുക്ക് ഉദാഹരണം നോക്കാം. കണ്ടോ, ബേസ്ഡ് ഓൺ ദി നേച്ചർ ഓഫ് ആർ ഗ്രൂപ്പ് there are many amino acids. ഇനി ഇത് ആർ ഗ്രൂപ്പ് ഇൻ ദീസ് അമിനോ ആസിഡ്സ് കുഡ് ബി ഹൈഡ്രജൻ ഞാൻ പറഞ്ഞു ഒന്ന്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? CR, H, NH2, COH അങ്ങനെയാണ്. അതിലെ ആർ ഗ്രൂപ്പും ഹൈഡ്രജൻ ആണെങ്കിൽ അപ്പൊ അതിൽ എത്ര ആ അമിനോ ആസിഡ് എത്ര ഹൈഡ്രജൻ വന്നു? 2 ഹൈഡ്രജൻ അല്ലെ. അപ്പൊ ആർ ഗ്രൂപ്പും ഹൈഡ്രജൻ ആണെങ്കിൽ ദാറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് വിച്ച് ഈസ് നോൺ ആസ് ഗ്ലൈസിൻ. ആർ ഗ്രൂപ്പും ആർ ഗ്രൂപ്പ് ഏതാണ്? ആർ ഗ്രൂപ്പിന്റെ സ്ഥാനത്തും ഹൈഡ്രജൻ തന്നെയാണ് വരുന്നതെങ്കിൽ അതാണ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്. അതിന്റെ പേരാണ് ഗ്ലൈസിൻ. എക്സാമിന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആഷ്. ഇനി ആർ ഗ്രൂപ്പിന്റെ സ്ഥാനത്ത് മീഥൈൻ ആണ് വരുന്നതെങ്കിൽ അതിന്റെ പേരാണ് അലാനിൻ. ഇനി ഹൈഡ്രോക്സി മീഥൈൻ ആണെങ്കിൽ അതിന്റെ പേരാണ് സെറൈൻ. നിങ്ങൾ നോക്കൂ, ഇതാണ് ബേസിക് അമിനോ ആസിഡ്. ഗ്ലൈസിൻ എന്ന് പേര് വന്നു. ഇവിടെ CH3 ആണ് വരുന്നതെങ്കിൽ അലാനിൻ, ഹൈഡ്രോക്സി മീഥൈൻ എന്നുള്ളതാണെങ്കിൽ അവിടെ എന്താ വരുന്നത്? സെറൈൻ. അപ്പൊ ഈ 3 പേരുകളും ഈ 3 സ്ട്രക്ചറുകളും നിങ്ങൾ പഠിച്ചിരിക്കണം. എക്സാമിന് ഇതിന്റെ പേര് ഏതാ ചോദിക്കും. ഇപ്പൊ സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ഏതാന്ന് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും, ഗ്ലൈസിൻ. ഈ സ്ട്രക്ചർ തന്നിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ഭാഗം. ഇനി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അമിനോ ആസിഡില് COH ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ COH2 ദാറ്റ് ഇസ് ആസിഡ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു. അമിനോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു. സോ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പ് ആൻഡ് അമിനോ ഗ്രൂപ്പ് നമുക്ക് അമിനോ ആസിഡ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പ് ആൻഡ് അമിനോ ഗ്രൂപ്പ് വി ക്യാൻ ക്ലാസിഫൈ അമിനോ ആസിഡ്സ് ഇൻടു 3 ടൈപ്സ്. ഒന്ന്, അസിഡിക് അമിനോ ആസിഡ്സ്. എന്തായിരിക്കും? അസിഡിക് അമിനോ ആസിഡ് ആണെങ്കിൽ തീർച്ചയായും അവിടെ ആസിഡ് ക്യാരക്ടർ മുന്നോട്ട് വരണം. ആസിഡ് ക്യാരക്ടർ മുന്നോട്ട് വരണമെങ്കിൽ അവിടെ ഏത് ഗ്രൂപ്പ് കൂടുതലായിട്ട് വരണം? ആസിഡ് കണ്ടെയ്നിങ് ഗ്രൂപ്പ്. ദാറ്റ് ഈസ് 2 കാർബോക്സിൽ ഗ്രൂപ്പും 1 അമിനോ ഗ്രൂപ്പുമാണ് വന്നതെങ്കിൽ അതെന്തായിരിക്കും? അതൊരു അസിഡിക് അമിനോ ആസിഡ് ആയിരിക്കും. എക്സാമ്പിൾ അസ്പാർട്ടിക് ആസിഡ്, ഗ്ലൂട്ടാമിക് ആസിഡ്, അതെല്ലാം ഏതാണ്? എക്സാമ്പിൾസ് ഫോർ അസിഡിക് അമിനോ ആസിഡ്. സെക്കൻഡ് വൺ, ബേസിക് അമിനോ ആസിഡ്. അപ്പൊ അവിടെ ബേസിക് ക്യാരക്ടർ ആണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ NH2 അമിനോ ഗ്രൂപ്പ് ആയിരിക്കും അവിടെ കൂടുതലായിട്ട് വരിക. അപ്പൊ ഒരു COH ഗ്രൂപ്പും അല്ലെങ്കിൽ ഒരു കാർബോക്സിൽ ഗ്രൂപ്പും അല്ലെങ്കിൽ ഒരു അസിഡിക് ഗ്രൂപ്പും 2 അമിനോ ഗ്രൂപ്പും വരുന്നത് എന്തായി? അത് ബേസിക് അമിനോ ആസിഡ് ആയി. എക്സാമ്പിൾ ലൈസിൻ. ദെൻ ന്യൂട്രൽ അമിനോ ആസിഡ്, ഒരു കാർബോക്സിലും ഒരു അമിനോ ഗ്രൂപ്പും, അതായത് ഒരു ആസിഡ് ഗ്രൂപ്പും ഒരു ബേസ് ഗ്രൂപ്പും അല്ലെ. അപ്പൊ അതെന്തായി? ദാറ്റ് അമിനോ ആസിഡ് ഈസ് ന്യൂട്രൽ. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് വാലിൻ. So based on the number of amino group and carboxyl group നമുക്ക് അമിനോ ആസിഡുകളെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: അസിഡിക്, ബേസിക്, ന്യൂട്രൽ. ഇനി സിമിലർലി there are aromatic amino acid. എളുപ്പമാണ് നമ്മൾ പറയുന്ന ബെൻസീൻ റിംഗിന്റെ സ്ട്രക്ചർ അല്ലെ, അതുപോലത്തെ ആ ഒരു റിംഗ് സ്ട്രക്ചർ വരുന്നതിന് നമുക്ക് aromatic amino acids. അതിൽ എക്സാമ്പിൾസ് ടൈറോസിൻ, ഫിനൈൽ അലാനിൻ, ട്രിപ്റ്റോഫാൻ. ഇതെല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്, aromatic amino acids ആണ്. ഇനി ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയണ്ട, കാരണം നമുക്കത് ബേസിക്കലി കെമിസ്ട്രിയുടെ ഭാഗത്ത് വരുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഇത് ഐഡന്റിഫൈ ചോദിക്കുന്നത്. ഇത് സിറ്റർ അയണിക് ഫോംസ് ആണ്. സിറ്റർ അയണിക് ഫോംസ് എന്താ? നെഗറ്റീവ് ചാർജ്, പോസിറ്റീവ് ചാർജും കാണാൻ പറ്റും, മറ്റേ നെഗറ്റീവ് ചാർജ് അല്ലെ. അപ്പൊ സിറ്റർ അയണിക് ഫോംസ് പറയുമ്പോൾ a particular property of amino acid is the ionizable nature of NH2 and COH group. Hence in solutions of different pH the structure of amino acid changes. ഇതിന്റെ ഈ
NH2 ഗ്രൂപ്പും COH ഗ്രൂപ്പും. നിങ്ങൾക്ക് അയണൈസബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അല്ലെ. അപ്പൊ ഈ അയണൈസബിൾ നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ ഡിഫറെന്റ് pHs ഉള്ള സൊല്യൂഷൻസില് അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നു. അത്രേ കാര്യം അവിടെ പറയുന്നുള്ളൂ. ഇതെന്താ ചോദിച്ചാൽ ഇറ്റ് ഇസ് സിറ്റർ അയണിക്. ബി ഈസ് കോൾഡ് സിറ്റർ അയണിക് ഫോം. ബീനെ പറയുന്ന പേരാണ് സിറ്റർ അയണിക്. നിങ്ങൾ നോക്കുക, ഒരു ഭാഗത്ത് പോസിറ്റീവ് ചാർജ്, ഒരു ഭാഗത്ത് നെഗറ്റീവ് ചാർജും കാണാം. ദാറ്റ് ഈസ് സിറ്റർ അയണിക് ഫോം. ഇനി അടുത്ത ഒരു ഇതാണ് നമ്മളത് ലിപ്പിഡ്സിനെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. ലിപ്പിഡ്സ്. അപ്പൊ ലിപ്പിഡ്സ് പൊതുവെ നമുക്കറിയാം അത് വാട്ടറിൽ ഇൻസോൾബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് ലിപ്പിഡ് എന്ന് പറഞ്ഞാല്. അതിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഈ ലിപ്പിഡ്സിൽ നമുക്ക് അവരെന്തും ആവാം. ദേ കുഡ് ബി സിമ്പിൾ ഫാറ്റി ആസിഡ്സ് ആവാം. സാധാ ഫാറ്റി ആസിഡുകളുടെ സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പൊ ലിപ്പിഡ്സ് കുഡ് ബി സിമ്പിൾ ഫാറ്റി ആസിഡ്. എന്താണെങ്കിലും ഒരു കാര്യം അറിയാം, ദേ ആർ വാട്ടർ ഇൻസോൾബിൾ. ഇനി അവർ ഫാറ്റി ആസിഡ് ആണെങ്കിൽ ഫാറ്റി ആസിഡിന് എന്തുണ്ടായിരിക്കും? ഫാറ്റി ആസിഡ് ഹാസ് എ കാർബോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു എൻ R ഗ്രൂപ്പ്. ഒരു R, അതായത് RCOOH അല്ലെ, അതാണ് ഇത് ഫാറ്റി ആസിഡ്. RCOOH. നേരത്തെ ഞാൻ പറഞ്ഞു R എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് ഇറ്റ് ഇസ് എ വാരിയബിൾ ഗ്രൂപ്പിനെ കാണിക്കാനാണ് R യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു R എന്ന് പറയുന്ന ഒരു ചെയിനും COH എന്ന് പറയുന്ന ഒരു കാർബോക്സിൽ ഗ്രൂപ്പും ചേർന്നതാണ് ഫാറ്റി ആസിഡ്. ഇനി ഈ R എന്താണ്? The R group could be methane, ethane or a higher number of CH2 groups. അതായത് CH3, CH2, 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 CH3 അങ്ങനെയുള്ള ഇതില്ലേ ഹൈഡ്രോകാർബൺ ചെയിൻസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെയിനാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? R ഗ്രൂപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോ ഒരു CH3 എന്ന് പറയുന്ന രീതിയിലാവാം, അല്ലെങ്കിൽ CH2 5 എന്നാവാം. അപ്പൊ ഒരു കാർബൺ തൊട്ടിട്ട് 19 കാർബൺസ് വരെ വരുന്ന ഒരു ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, R ഗ്രൂപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം നോക്കൂ, പാൽമിറ്റിക് ആസിഡിന് 16 കാർബൺ ഉണ്ട്. അറാക്കിഡോണിക് ആസിഡില് 20 കാർബൺ ഉണ്ട്. ഇൻക്ലൂഡിംഗ് ഏതാണ്? കാർബോക്സിൽ കാർബൺ കൂടെ കൂട്ടിയിട്ടാണ്. നിങ്ങൾക്ക് സംശയം തോന്നാൻ നേരത്തെ ടീച്ചർ പറഞ്ഞില്ലേ 1 മുതൽ 19 കാർബൺ ആണ് വരിക. അത് ഏതിലാണ്? ആറില്. ആ ഒരു ചെയിനിൽ മാത്രം 19 വരെ കാണാം. പ്ലസ് COHന്റെ ഒരെണ്ണം. അപ്പൊ എത്ര എണ്ണം? 20 എണ്ണം. അങ്ങനെയാണ് 20 എണ്ണം പറഞ്ഞത്. അതിന്റെ സ്ട്രക്ചർ നമുക്ക് അടിയിൽ കാണിച്ചു തരാൻ. പിന്നെ നമുക്ക് ഫാറ്റി ആസിഡിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അത് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ്. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ മീൻസ്? അപ്പൊ ഒരു കാർബൺ എടുത്താല് അതിന്റെ 4 വാലൻസുകളും കംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ഇവിടെ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ വിൽ ബി നോ ഡബിൾ ബോണ്ട്സ്. എപ്പോഴാണ് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുക? 2 കാർബൺ അടുത്തടുത്ത് വന്നു, അതിന്റെ ബാലൻസുകൾ മറ്റുള്ള സൈഡ് ഗ്രൂപ്പുമായിട്ട് ഫില്ല് ചെയ്തില്ലെങ്കിൽ അവിടെ എന്ത് വരും? നടുക്കൊരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പൊ അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഒരു 1 അതിൽ കൂടുതലോ ഡബിൾ ബോണ്ട്സ് വരാം. അപ്പൊ ഫാറ്റി ആസിഡ്സ് വിത്തൗട്ട് ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അതിനെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നും, വിത്ത് 1 or more ഡബിൾ ബോണ്ട്സ് ആർ നോൺ ആസ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. ഇനി അപ്പൊ ലിപ്പിഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ലിപ്പിഡ്സ് മേ ബി സിമ്പിൾ ഫാറ്റി ആസിഡ്. അതുകൊണ്ടാണ് നമ്മൾ ഫാറ്റി ആസിഡിനെ കുറിച്ച് പറഞ്ഞത് അല്ലെ. ഇനി ലിപ്പിഡ്സ് എന്തുമാകാം? അനദർ സിമ്പിൾ ലിപ്പിഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഗ്ലിസറോൾ. ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ നിങ്ങളോട് ചോദിക്കും. ഗ്ലിസറോൾ ഈസ് ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ. ഞാനൊന്ന് കാണിച്ചു തരാം സ്ട്രക്ചർ. ഇത് തിരിച്ചങ്ങോട്ട് തന്നെ പോവാൻ നമുക്ക് കേട്ടോ. ഇപ്പൊ നേരത്തെ പറഞ്ഞതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇതാ. പാൽമിറ്റിക് ആസിഡ് നമ്മൾ പറഞ്ഞത് നേരത്തെ, പാൽമിറ്റിക് ആസിഡ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കാർബണിന്റെ എണ്ണം നിങ്ങൾക്ക് എണ്ണ നോക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ പിന്നെ ഗ്ലിസറോൾ, ഇതാണ് ഗ്ലിസറോൾ എന്ന് പറയുന്നത്. ഗ്ലിസറോൾ ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ. ഹൈഡ്രോക്സി മീൻസ് OH ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്ന് പറയാം അല്ലെ. അപ്പൊ ട്രൈ ഹൈഡ്രോക്സി എന്ന് പറയുമ്പോൾ 3 OH ഗ്രൂപ്പ്. പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? മീഥേൻ പ്രൊപ്പൈൻ അല്ലെ. പ്രൊപ്പൈൻ ആകുമ്പോൾ എത്ര കാർബൺ വരും? അവിടെ 3 കാർബൺ. സോ ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ ആണ് ഇത് ഗ്ലിസറോൾ. അപ്പൊ ശ്രദ്ധിക്കാൻ, സ്ട്രക്ചർ കാണിക്കാനാണ് അങ്ങോട്ട് പോയത്. സോ അനദർ സിമ്പിൾ ലിപ്പിഡ് ഈസ് ഗ്ലിസറോൾ വിച്ച് ഈസ് ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ. ഇനി ചില ലിപ്പിഡ്സിൽ ആരൊക്കെ ഉണ്ടാവും? ഗ്ലിസറോളും ഉണ്ടാവും, പിന്നെ ഫാറ്റി ആസിഡ് ഉണ്ടാവും. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്? ലിപ്പിഡ്സ് മേ ബി സിമ്പിൾ ഫാറ്റി ആസിഡ് ആവാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു സിമ്പിൾ ലിപ്പിഡിന്റെ വേറൊരു ഉദാഹരണമാണ് ഗ്ലിസറോൾ എന്ന് പറഞ്ഞു. ഇനി ചില ലിപ്പിഡ്സിൽ എന്തുണ്ടാവും? ബോത്ത് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്. So here the fatty acids are found esterified with glycerol. ഇതൊന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും അതിന്റെ ഇടയിൽ എന്താണ്? എസ്റ്റർ ബോണ്ടുകൾ ഉണ്ടായിരിക്കില്ല. എസ്റ്ററിഫൈഡ് വിത്ത് ഗ്ലിസറോൾ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഉണ്ടായിരിക്കും. അത് രണ്ടും കൂടെ ചേർന്നിട്ട് എവിടെ കാണാം? നമുക്ക് ചില ലിപ്പിഡ്സിൽ കാണാം.
they can be monoglycerides, diglycerides and triglycerides. അപ്പൊ അത്തരം ലിപ്പിഡ്സിനെ നമുക്ക് എങ്ങനെ പറയാം? മോണോഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ്, ട്രൈഗ്ലിസറൈഡ്. ഇത് ഈ ടേമുകൾ നിങ്ങൾ ഫിസിയോളജിയിലെ ഡൈജഷനിൽ നമുക്ക് അവിടെ വരുന്നുണ്ട്. കുറച്ചും കൂടെ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. These are also called, ഇവരെ നമുക്ക് എന്തും പറയാം, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. അതായത് ലിപ്പിഡ്സ് വിത്ത് ബോത്ത് ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ് അല്ലെ. അത് നമ്മളെ ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫാറ്റ്സ് ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. അതേ സാധനമാണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇത് ഫാറ്റുകളുണ്ട്, ഓയിലുണ്ട്. എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? മെൽറ്റിംഗ് പോയിന്റിനെ അടിസ്ഥാനമാക്കി. ഓയിൽ നമുക്കറിയാം ലോവർ മെൽറ്റിംഗ് പോയിന്റ് ആണ്, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹെൻസ് റിമൈൻ ആസ് ഓയിൽ ഇൻ വിന്റേഴ്സ്. ഓയിലിന് മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്, ഫാറ്റിന് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും കണ്ടന്റ് എന്താണ്? ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. ഇനി ചില ലിപ്പിഡ്സിൽ അവരുടെ കൂടെ എന്തുണ്ടായിരിക്കും? സം ഫോസ്ഫറസ് അല്ലെങ്കിൽ ഫോസ്ഫോറിലേറ്റഡ് കോമ്പൗണ്ട്സ് കൂടി എന്തിന്റെ കൂടെ കാണും? ലിപ്പിഡ്സിന്റെ കൂടെ കാണും. അത്തരം ലിപ്പിഡ്സ് നമ്മൾ പറയുന്ന പേരാണ് ഫോസ്ഫോലിപ്പിഡ്സ്. That means lipids with phosphorus or phosphorylate, phosphor containing groups. ലിപ്പിഡിന്റെ കൂടെ ഫോസ്ഫേറ്റും കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്ര ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഫോസ്ഫോലിപ്പിഡ്സ് എന്ന്. എക്സാമ്പിൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലെസിത്തിൻ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഫോസ്ഫോലിപ്പിഡ് ഉദാഹരണം എന്ന് ചോദിച്ചാൽ എഴുതാൻ പറ്റണം ലെസിത്തിൻ. സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോസ്ഫോലിപ്പിഡ് എക്സാമ്പിൾ ലെസിത്തിൻ. ഇത് ഗ്ലിസറോൾ, ഇത് ഫാറ്റി ആസിഡ്. ഇതാ ട്രൈഗ്ലിസറൈഡ്. R1, R2 and R3 ആർ ഫാറ്റി ആസിഡ്. അപ്പൊ ട്രൈഗ്ലിസറൈഡ് ആകുമ്പോൾ അവിടെ എത്ര ഫാറ്റി ആസിഡ് വന്നു? 3 ഫാറ്റി ആസിഡ്. ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചു ലിപ്പിഡ്സിനെ എന്ത് കാണാം? ഫാറ്റി ആസിഡും കാണാം, ഗ്ലിസറോളും കാണാം. അത്തരം ലിപ്പിഡുകളെ മോണോഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ്, ട്രൈഗ്ലിസറൈഡ്. ഇവിടെ കാണിച്ചിരുന്നത് ട്രൈഗ്ലിസറൈഡിന്റെ ചിത്രമാണ്. അപ്പൊ അതില് R1, R2, R3 എന്ന് പറയുന്ന 3 ഫാറ്റി ആസിഡ്സും പിന്നെ എന്താണ് ഗ്ലിസറോളും. ഇനി ഡിറൈവ്ഡ് ലിപ്പിഡ്സിന്റെ ഒരു ചെറിയ ഭാഗം കൂടെ ഉണ്ട് അതില്. ഡിറൈവ്ഡ് ലിപ്പിഡ്സ് അതിന് ഉദാഹരണമാണ് ഇത് കൊളസ്ട്രോൾ. ഇതിന് നോട്ട്സിൽ വന്നില്ല. ഡിറൈവ്ഡ് ലിപ്പിഡ്സിന് ഉദാഹരണമാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ ആണ് ഈ സ്ട്രക്ചർ. ഒരു 3 കൊല്ലം മുന്നേ നിങ്ങളുടെ പബ്ലിക് എക്സാമിൽ ചോദിച്ചിരുന്നു എന്താണ് എഴുതാൻ. അപ്പൊ ഇത് കൊളസ്ട്രോള്, ഇത് ഗ്ലിസറോള്. ശ്രദ്ധിക്കുക. നമുക്ക് വളരെ എളുപ്പം നിങ്ങൾക്ക് അറിയുന്ന നന്നായിട്ട് അറിയുന്ന ഭാഗങ്ങളാണ് അല്ലെ. നൈട്രജൻ ബേസുകൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. DNA എന്താണ്, RNA എന്താണ്, എങ്ങനെയാണ് അതിൽ ഉണ്ടായിട്ടുള്ളത് എന്ന്. അപ്പൊ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാ? അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, യുറാസിൻ. ഇവരെ 5 ആളുകളാണ് നൈട്രജൻ ബേസസ്. അപ്പൊ ഈ നൈട്രജൻ ബേസുകളാണ് എവിടെ കാണുന്നത്? DNA-യിലും RNA-യിലും. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ കൂടുതൽ നമുക്ക് ഇനി വരുന്നുണ്ട്. പ്യൂരിൻസ് ആൻഡ് പിരമിഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഇനി ബാക്കി ഭാഗങ്ങൾ പറയാം. DNA ഒക്കെ പറയുമ്പോൾ കൂടുതലായിട്ട് പറയാം. ന്യൂക്ലിയോസൈഡ്സ് ഉണ്ട്. ഈ നൈട്രജൻ ബേസും ഷുഗറും കൂടി ചേർന്ന് അതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയോസൈഡുകൾ. ശ്രദ്ധിക്കുക, നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ. ഇതാ എക്സാമ്പിൾ അഡിനോസിൻ. ദാറ്റ് ഈസ് അഡിനിനോട് കൂടി ഷുഗർ കൂടി ചേരുമ്പോ എന്തായി? അഡിനോസിൻ. ഗ്വാനിനാണെങ്കിൽ ഗ്വാനോസിൻ, തൈമിഡിൻ, യുറീഡിൻ, സൈറ്റിഡിൻ. നിങ്ങൾക്കറിയാം അഡിനിനും ഗ്വാനിനും ഏത് കേരളത്തിൽ വരുന്നു, മറ്റത് 2-3 ആൾക്കാർ വേറെയാണ്. അതുകൊണ്ടാണ് ആ പേരിൽ വ്യത്യാസം നോക്കുക. അഡിനോസിൻ, ഗ്വാനോസിൻ, തൈമിഡിൻ, യുറീഡിൻ, സൈറ്റിഡിൻ. അതാണ് ന്യൂക്ലിയോസൈഡ്സ്. നൈട്രജൻ ബേസ് പ്ലസ് ഷുഗർ. ഇനി ഇതെന്തിനാണ് ഞാൻ റെഡിൽ പ്രത്യേകിച്ച് കാണിക്കാത്ത? എക്സാമിന് എക്സാമ്പിൾസ് തന്നിട്ട് ഓഡ് 1 ഔട്ട് ചോദിക്കാറുണ്ട്. ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡ്സ് ആകുമ്പോൾ നൈട്രജൻ ബേസും ഷുഗറും കൂടെ ഫോസ്ഫേറ്റും കൂടെ ചേർന്നാലാണ് ഇത് എന്താവുന്നത്? ന്യൂക്ലിയോടൈഡുകളായിട്ട് മാറുന്നത്. നൈട്രജൻ ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ് 3 കൂടെ കൂടി ചേർന്നാൽ ന്യൂക്ലിയോടൈഡ്സ് ആയി. എക്സാമ്പിൾ അഡിനിലിക് ആസിഡ്, തൈമിഡിലിക് ആസിഡ്, ഗ്വാനിലിക് ആസിഡ്. ഇതെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ് ന്യൂക്ലിയോടൈഡ്സ്. അപ്പൊ എക്സാമ്പിൾ ചോദിക്കാം, ന്യൂക്ലിയോടൈഡ്സും ന്യൂക്ലിയോസൈഡ്സും കൂടെ മിക്സ് ചെയ്ത് തരും. എന്നിട്ട് ഓഡ് 1 ഔട്ട് എഴുതാൻ ചോദിക്കും. ഇനി ന്യൂക്ലിക് ആസിഡ് എന്താണ്? അത് DNA RNA ന്യൂക്ലിക് ആസിഡ് എന്ന് അറിയാം അല്ലെ. ദീസ് ന്യൂക്ലിക് ആസിഡ്സ് ആർ ഫോർംഡ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ദാറ്റ് ഈസ് ന്യൂക്ലിക് ആസിഡ്സ് ആർ പോളിന്യൂക്ലിയോടൈഡ്സ്. അതായത് ന്യൂക്ലിയോടൈഡുകൾ ചേർന്നാണ് എന്തായിട്ട് മാറുന്നത്? അതൊരു ന്യൂക്ലിക് ആസിഡ് ആയിട്ട് മാറുന്നത്. സോ ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? ന്യൂക്ലിക് ആസിഡ്സ് ഫംഗ്ഷൻസ് ആർ ജനറ്റിക് മെറ്റീരിയൽ. നൈട്രജൻ ബേസ്, ന്യൂക്ലിയോസൈഡ്, ന്യൂക്ലിയോടൈഡ്, ന്യൂക്ലിക് ആസിഡ്. കൺഫ്യൂഷൻ ആവട്ടെ ഓരോന്നായിട്ട് നൈട്രജൻ ബേസ് ഏതൊക്കെയാണ് പഠിക്കാൻ ചെല്ലാം.
അതിനോട് ഷുഗർ ചേർന്ന ന്യൂക്ലിയോസൈഡായി, അതിനോട് കൂടി ഫോസ്ഫേറ്റ് ചേർന്ന ന്യൂക്ലിയോടൈഡായി, അങ്ങനെയുള്ള കുറെ ന്യൂക്ലിയോടൈഡ്സ് ചേർന്നാൽ അത് എന്തായി? ന്യൂക്ലിക് ആസിഡ് ആയി. ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞാല് DNA-യും RNA-യും. ഓക്കെ അല്ലേ? ഇത് അഡിനിൻ, അത് അഡിനോസിൻ, അഡിനിലിക് ആസിഡ്. അപ്പൊ അഡിനിൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബേസ് ആണ്. അഡിനോസിൻ ആകുമ്പോൾ ന്യൂക്ലിയോസൈഡായി, അഡിനിലിക് ആസിഡും അതെന്തായി? ന്യൂക്ലിയോടൈഡായി. അതേ രീതിയിൽ അടുത്തത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തൊരു ഭാഗത്തേക്ക് ഇതിന് കണക്ഷൻസ് കുറവായിരിക്കും. അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത ഈ ചാപ്റ്ററിന്റെ. ഒന്നിൽ ഇങ്ങനെ അടുത്തേക്ക് ചാടി 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 പോവാണ്. അപ്പൊ അടുത്തൊരു ഭാഗം പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഇത് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എക്സാമിന് 1-2 മാർക്ക് ചോദ്യം വരാറുണ്ട്. അപ്പൊ പ്രൈമറി മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ബയോ മോളിക്യൂൾസ് തന്നെയാണ്. അതില് ദേ ഹാവ് ഐഡന്റിഫയബിൾ ഫങ്ഷൻസ് and play an important role in the normal physiological process of organism. അതായത് ആനിമൽസിന്റെ അല്ലെങ്കിൽ ഓർഗാനിസങ്ങളുടെ ശരീരത്തിൽ അവർക്ക് ഐഡന്റിഫയബിൾ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് ഉണ്ട് അവരുടെ ഗ്രോത്തിലും അതുപോലെ ഡെവലപ്മെന്റിലും. ദാറ്റ് ഈസ് ഫിസിയോളജിക്കൽ പ്രോസസ്സിൽ ഇമ്പോർട്ടന്റ് റോളുള്ള ആൾക്കാർ. ഉദാഹരണമാണ് ഷുഗർ, അമിനോ ആസിഡ്സ്. അപ്പൊ ഇത്തരം സാധനങ്ങളെ നമ്മൾ എന്ത് പറയാം? പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ദേ ഹാവ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നോൺ റോൾ ഇൻ ഫിസിയോളജിക്കൽ പ്രോസസ്. അതാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ഇനി സെക്കൻഡറി ആണെങ്കിലോ, സെക്കൻഡറിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് കൃത്യമായിട്ട് അവരുടെ റോൾ എന്താ, അത് ഉണ്ടാക്കുന്ന ജീവിയിൽ കൃത്യമായിട്ട് അതിന്റെ റോൾ എന്താന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, ഇന്ന് വരെ ക്ലിയർ അല്ല. എന്നാലോ ഇതിൽ പലതും മനുഷ്യർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ദെൻ സം ഹാവ് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓൾസോ. അപ്പൊ അത്തരം കാര്യങ്ങളെയാണ് നമ്മൾ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയാം. എക്സാമ്പിൾ റബ്ബർ പ്ലാന്റിനെ നമുക്കറിയാം, റബ്ബർ ചെടിയുടെ നമ്മൾ ലാറ്റക്സ് റബ്ബർ മിൽക്കിലെ അതിൽ നിന്ന് റബ്ബർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് നല്ല കാശാലെ റബ്ബർ. അപ്പൊ നമുക്ക് ഹ്യൂമണിന് യൂസ്ഫുൾ ആണ്. അതുപോലെ ഡ്രഗ്സ്, പല മരുന്നുകളും, സ്പൈസസ്, സുഗന്ധദ്രവ്യങ്ങൾ, സെൻസ് ആൻഡ് പിഗ്മെന്റ്സ്. അപ്പൊ ഇതെല്ലാം എന്താണ് അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവികളിൽ എന്താണ് അതിന്റെ കൃത്യമായ ഫങ്ഷൻസ് എന്നുള്ളത് അത്രത്തോളം അറിയില്ല. എന്നാൽ ഇൻ ഹോസ്റ്റ് ഓർഗാനിസംസ് അതേ സമയത്ത് എന്താണ് ദേ ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ വെൽഫെയർ. അത്തരം സാധനങ്ങളെ നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ചില സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന് ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ പ്രൈമറി മെറ്റബോളൈറ്റും സെക്കൻഡറി മെറ്റബോളൈറ്റും എന്താണെന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റണം. അതിന് എക്സാമ്പിൾസും എഴുതാൻ പറ്റണം. അപ്പൊ ഇത്രയാണ് ഞാൻ ഈ ഫസ്റ്റത്തെ ഈ ഒരു ക്ലാസ്സിൽ ബയോ മോളിക്യൂൾസിന്റെ ആദ്യ ഭാഗത്ത് ഞാൻ കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇന്ന് കണ്ട ക്ലാസ് ഇന്ന് കണ്ടാൽ ഇന്ന് തന്നെ അത് പഠിച്ച് അതിന്റെ നോട്ട്സ് തയ്യാറാക്കി വെക്കുക. അപ്പൊ ഞാൻ ആദ്യം തുടങ്ങിയ ഭാഗം എന്തായിരുന്നു എന്നാണ് പറഞ്ഞത്? ബയോമോളിക്യൂൾസ് എന്താന്ന് പറഞ്ഞു, ബയോമോളിക്യൂൾസിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ലിപ്പിഡ്സ് എന്തുകൊണ്ട് ഒരു ബയോ മാക്രോ മോളിക്യൂളെ കണക്കാക്കുന്നു എന്നുള്ള കാര്യമാണ് അടുത്തത് പറഞ്ഞത്. പിന്നീട് അമിനോ ആസിഡുകളെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു? ലിപ്പിഡ്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ന്യൂക്ലിയോസൈഡ്, നൈട്രജൻ ബേസ്, ന്യൂക്ലിയോടൈഡ് തുടങ്ങിയ കാര്യങ്ങളും. ലാസ്റ്റ് ആയിട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ക്ലിയർ ആയി കാണുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാം. വീഡിയോയുടെ അവസാനം ടീച്ചറുടെ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫ്രീ ടു ആസ്ക് കേട്ടോ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാനത് ഉത്തരം തരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. ഞാൻ ഫസ്റ്റ് ഇയറിന്റെയും സെക്കൻഡ് ഇയറിന്റെയും സുവോളജി ക്ലാസ് ചെയ്യുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് വേണ്ട കാര്യങ്ങളുടെ ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇനി കൂടാതെ നമുക്ക് എങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം അതൊരു വളരെ അത്യാവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ടീച്ചറുടെ പ്രസന്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.